നമസ്കാരം. കേരളത്തിന് ₹1 പോലും കേന്ദ്ര സർക്കാർ തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാണ് ഇപ്പോൾ CPM അഥവാ പിണറായി സർക്കാർ. ഒരു സംസ്ഥാനത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് എങ്ങനെ ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്നും പണം എങ്ങനെ ഉപയോഗിക്കണമെന്നും അറിയണമെങ്കിൽ തലയ്ക്ക് വെളിവുള്ള ഏതെങ്കിലും ഒരു സാമ്പത്തിക വിദഗ്ധനെ അവിടെ നിയമിക്കണം. അല്ലാതെ പാർട്ടിയുടെ കൊടിയും പിടിച്ച് നടന്ന് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത, അതായത് ധനകാര്യത്തിന്റെ ABCD പോലും അറിയാത്ത ഒരു നേതാവിനെ പിടിച്ച് ധനകാര്യമന്ത്രിയാക്കിയിട്ട് കാര്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം. കൂടാതെ ഒരു പണിയും എടുക്കാതെ ഭരണസിരാ കേന്ദ്രത്തിൽ ഇരിക്കുന്ന IAS ഏമാളന്മാർക്ക് വിരമിക്കുമ്പോൾ അടുത്ത ദിവസം തന്നെ ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ കൊണ്ടിരുത്തി ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് അഭിഷേകം നടത്തുന്ന പിണറായി സർക്കാരിന്റെ രീതിയുണ്ടല്ലോ, അത് അവസാനിക്കാൻ പോവുകയാണ്. ഒരു കാര്യം പിണറായി വിജയൻ ഓർക്കണം, ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് നിങ്ങളും ഒക്കെ ധൂർത്ത് അടിച്ചു കളയുന്നത്. ജനങ്ങളുടെ നികുതി പണമാണ് നിങ്ങൾ പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിച്ച് കളയുന്നത് എന്ന് ഓർക്കണം. ആ പണമുണ്ടെങ്കിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയാകുന്ന രീതിയിലേക്ക് വികസനത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിക്കാമായിരുന്നു. ഉദ്യോഗസ്ഥരിൽ ചീഫ് സെക്രട്ടറിയാണ് മുഖ്യ പദവി അലങ്കരിക്കുന്നത്. ഇതിനെല്ലാം ഉയരെ മറ്റൊരാളുമുണ്ട്. അത് മുഖ്യമന്ത്രിയല്ല, അതിനു മുകളിൽ ഭരണഘടനാപരമായ രാജ്ഭവന്റെ അധികാരിയും സംസ്ഥാന ഭരണത്തലവനുമായ ഗവർണർ, നിലവിലത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അധികാരം കൊണ്ട് വാങ്ങുന്ന ശമ്പളം കൊണ്ടും ഗവർണർക്ക് മുകളിൽ മറ്റാരുമില്ല എന്നതാണ് വസ്തുത. സ്വാഭാവികമായും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കേണ്ട വ്യക്തിയും ഗവർണർ ആയിരിക്കണം. എന്നാൽ കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല. ഗവർണർ ശമ്പളം പറ്റുന്നതിൽ 3-ാം സ്ഥാനക്കാരനായിരിക്കുകയാണ്. അധികാരമാണോ ശമ്പളമാണോ വലുപ്പം നിശ്ചയിക്കുന്നതെന്ന സംശയം ജനങ്ങൾക്കുമുണ്ട്. കടം കയറി മുടിഞ്ഞും വിലക്കയറ്റത്തിന്റെ ഭാരവും പേറി നിൽക്കുന്ന ജനങ്ങളെ നോക്കുകുത്തിയാക്കി, ജനങ്ങളെ നോക്കി കൊഞ്ഞണം കുത്തുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഭരണം പോകുന്നതെന്ന് പറയാതെ വയ്യ. അതുകൊണ്ടാണ് വിരമിച്ചിട്ടും ഗവർണറേക്കാൾ ശമ്പളവും നൽകി 2 ഉന്നത ഉദ്യോഗസ്ഥരെ ഇപ്പോഴും സർക്കാർ തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇവരെ ശമ്പളം കൊടുത്ത് തീറ്റിപ്പോറ്റുന്നത്? ബഹിരാകാശ ദൗത്യങ്ങൾ നിറവേറ്റുന്ന പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ചെയർമാൻമാർ പോലും വിരമിച്ചാൽ ISROയിൽ വീണ്ടും ജോലി നൽകാതിരിക്കുമ്പോൾ എന്തിനാണ് കേരളത്തിലെ വിരമിച്ച ചീഫ് സെക്രട്ടറിമാർക്ക് വീണ്ടും സർക്കാർ ജോലി നൽകുന്നത്? ശാസ്ത്രജ്ഞന്മാരുടെ തലയേക്കാൾ ചിന്താശേഷിയുള്ള തലയൊന്നുമല്ലല്ലോ ഈ വിദ്വാൻമാർക്കുള്ളത്. ഒരു പണിയും എടുക്കാതെ ഭരണസിരാ കേന്ദ്രത്തിൽ സർക്കാരിന്റെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പെട്രോൾ അടിച്ച് ഓടിക്കുന്നതല്ലാതെ ഇവരെ കൊണ്ട് കേരളത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടായിട്ടുണ്ടോ? അങ്ങനെയായിരുന്നെങ്കിൽ കേരളം കടം കയറി ഇപ്പോൾ കുത്തുവാളെടുക്കില്ലായിരുന്നു. മുൻ ചീഫ് സെക്രട്ടറിമാരായ KM എബ്രഹാമും VP ജോയിയുമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇരുവരും കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയായി വിരമിച്ചവരാണ്. ഇവരുടെ ശമ്പളം കേട്ടാൽ ജനങ്ങൾ വാ പൊളിച്ചു പോകും. കാരണം ഗവർണറുടെ വാർഷിക ശമ്പളം 42 ലക്ഷം രൂപയാണ്. ഒരു മാസം 3.50 ലക്ഷം രൂപ ഗവർണർക്ക് ശമ്പളമായി ലഭിക്കും. ചീഫ് സെക്രട്ടറിയായി വിരമിച്ച KM എബ്രഹാം 2018 കിഫ്ബിയുടെ CEO ആയി നിയമിതനാകുന്നത്. 2.75 ലക്ഷമായിരുന്നു തുടക്കത്തിലെ ശമ്പളമെങ്കിൽ പിന്നീട് 2019 ജനുവരിയിൽ 27,500 രൂപയും 2020 27,500 രൂപയായിട്ട് അത് മാറുന്നു. 2024 ഏപ്രിലിൽ ശമ്പളം വീണ്ടും അത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. 5 തവണയാണ് എബ്രഹാമിന്റെ ശമ്പളം വർദ്ധിച്ചത്. അതായത് 2020, 2022, 2024, 2019 അങ്ങനെ ഓരോ വർഷവും KM എബ്രഹാമിന്റെ ശമ്പളം കൂടി ലക്ഷങ്ങളിലേക്ക് എത്തുന്നു. 2024 ഒക്ടോബർ 8 KN ബാലഗോപാൽ നിയമസഭയിൽ നൽകിയ മറുപടി പ്രകാരം ശമ്പളവും മറ്റ് ആനുകൂല്യവുമായി KN എബ്രഹാമിന്, അതായത് എബ്രഹാമിന് നൽകിയത് 2,73,23,704 രൂപയാണ്. ഓൾ ഇന്ത്യ സർവീസിൽ നിന്ന് വിരമിച്ച ഓഫീസർ സംസ്ഥാന സർക്കാരിന് കീഴിൽ പുനർനിയമനം നേടിയാൽ പെൻഷനും പുതിയ ജോലിയിലെ ശമ്പളവും ചേർന്ന തുക സർവീസിൽ അവസാന മാസം വാങ്ങിയ ശമ്പളത്തേക്കാൾ കുറവാകണമെന്നാണ് ചട്ടം. ഈ വിഷയത്തിൽ AG എടുക്കുന്ന തീരുമാനമാകും ഇനി നിർണായകമാകാൻ പോകുന്നത്. അതേസമയം ശമ്പളം വാങ്ങാതെയും സർക്കാരിനെ സേവിച്ച് വിരമിച്ച ചീഫ് സെക്രട്ടറിമാരും കേരളത്തിൽ ഉണ്ടായിരുന്നു. ഒരു പ്രതിഫലം സ്വീകരിക്കാതെയായിരുന്നു സിവിൽ സർവീസ് അക്കാഡമിയുടെ മെന്ററായി ഡോക്ടർ D ബാബു പോൾ പ്രവർത്തിച്ചിരുന്നത്. 2019 ഏപ്രിലിൽ മരിക്കുന്നതുവരെ യാതൊരു പ്രതിഫലവും, അതായത് ₹1 പോലും വിരമിച്ചതിന് ശേഷം സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നിന്നും സിവിൽ സർവീസ് അക്കാഡമിയുടെ മെന്ററായി നിയമിതനായപ്പോൾ അദ്ദേഹം കൈപ്പറ്റിയില്ല എന്നോർക്കണം. അതുമാത്രമല്ല,
ബാബു പോളിന്റെ അതേ മാതൃകയാണ് മുൻ ചീഫ് സെക്രട്ടറി SM വിജയാനന്ദും പിന്തുടർന്നത്. വിരമിച്ചതിന് ശേഷം സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് MD ആയി പ്രവർത്തിക്കുന്ന വിജയാനന്ദ് ₹1 പോലും പ്രതിഫലം വാങ്ങുന്നില്ല. പിണറായി സർക്കാർ 6ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിച്ചപ്പോൾ വേതനവും ഔദ്യോഗിക വാഹനവും വിജയാനന്ദ് സ്വീകരിച്ചില്ല. വേണ്ട എന്ന് തന്നെയാണ് പിണറായി സർക്കാരിനോട് പറഞ്ഞതുമെന്ന് ഓർക്കണം. ബാബു പോളിനെ പോലെ വിജയാനന്ദനെ പോലെ ഒട്ടനവധി പ്രഗത്ഭരായ IAS IPS ഉദ്യോഗസ്ഥരുണ്ട്. അവരൊക്കെ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം പിണറായി സർക്കാരിനോ അല്ലെങ്കിൽ മാറി മാറി വരുന്ന സർക്കാരിനോ അവരുടെ ആവശ്യം, അവരുടെ സേവനം സംസ്ഥാനത്തിന് വേണമെങ്കിൽ ശമ്പളമില്ലാത്ത ഒരു ഉപദേഷ്ടാവായി കൂടെ കൂട്ടാമായിരുന്നു. പക്ഷെ അതല്ല, എന്തൊക്കെയോ ചെയ്തതിൻ്റെ, സർവീസിൽ ഇരുന്നപ്പോൾ സംസ്ഥാന സർക്കാരിനെ രക്ഷിച്ചതിൻ്റെയൊക്കെ പ്രത്യുപകാരം എന്ന് വേണമെങ്കിൽ പറയാം. വിരമിക്കുമ്പോൾ ഒരു പദവിയില്ലെങ്കിൽ ഒരു പദവി തന്നെ സൃഷ്ടിച്ച് അവിടെ ശമ്പളവും പരിവാരങ്ങളുമൊക്കെ ആയിട്ട് ലക്ഷങ്ങൾ ഖജനാവിൽ നിന്നും പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിച്ച് കളയുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നത്. ഇതിനൊക്കെ ഗവർണർ തടയിടുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.